നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ നീതി തന്നെയാണ്. ആയതിനാൽ തന്നെ പ്രവാസികൾക്ക് ഇളവുകൾ നൽകുക എന്നതാണ് അധികൃതരുടെ ലക്ഷ്യം. ഇതുമൂലം യുഎയിലെ പുതിയ വിസ ചട്ടം തിങ്കളാഴ്ച പ്രാബല്യത്തിൽ വന്നതോടെ വലിയ സന്തോഷത്തിലാണ് പ്രവാസികൾ. യുഎയിലേക്കുള്ള എല്ലാ വിസിറ്റ് വിസകളും സിംഗിൾ മൾട്ടിപ്പിൾ എൻട്രി സൗകര്യങ്ങളോടെ ഇനി ലഭ്യമാകുന്നതാണ്. നേരത്തെ 30 ദിവസം, 90 ദിവസം എന്നീ കാലാവധിയിലായിരുന്നു സന്ദർശക വിസകൾ അനുവദിച്ചിരുന്നത്. ഇനി സന്ദർശക വിസയുടെ കാലാവധി 60 ദിവസമായിരിക്കും. രാജ്യത്ത് സന്ദർശകനായി എത്തുന്ന ഒരാൾക്ക് ബന്ധുവോ സുഹൃത്തോ ആയി ഒരു യുഎ പൗരനോ അല്ലെങ്കിൽ യുഎയിലെ സ്ഥിര താമസക്കാരനോ ഉണ്ടെങ്കിൽ എൻട്രി പെർമിറ്റ് അപേക്ഷിക്കാം. ഇതിന് സ്പോൺസർ ആവശ്യമില്ല. കൂടുതൽ പേരെ യുഎയിലേക്ക് ആകർഷിക്കുകയെന്നുള്ള ലക്ഷ്യത്തോടെയാണ് വിസ ചട്ടങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതേസമയം തൊഴിൽ അന്വേഷിക്കാനായി സ്പോൺസറുടെ ആവശ്യമില്ലാത്ത പ്രത്യേക വിസകളും അനുവദിക്കും. യുഎ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന്റെ പട്ടിക അനുസരിച്ച് 1, 2, 3 സ്കിൽ തലങ്ങളിൽ വരുന്ന ജോലികൾക്കായിട്ടാണ് ഈ വിസ അനുവദിക്കുക. ഒപ്പം ലോകമെമ്പാടുമുള്ള മികച്ച 500 സർവകലാശാലകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന തൊഴിൽ പരിചയമില്ലാത്ത ബിരുദധാരികൾക്കും ജോലി കണ്ടെത്താനുള്ള വിസ ലഭിക്കും. 5 വർഷം കാലാവധിയുള്ള മൾട്ടി എൻട്രി ടൂറിസ്റ്റ് വിസകൾക്കും സ്പോൺസർ ആവശ്യമില്ല. രാജ്യത്ത് 90 ദിവസം വരെ തുടർച്ചയായി താമസിക്കാൻ ഈ വിസകളിൽ അനുമതിയുണ്ടാകും. ഇത് ആവശ്യമെങ്കിൽ പിന്നീട് 90 ദിവസത്തേക്ക് കൂടി നീട്ടുകയും ചെയ്യാം. എന്നാൽ 1 വർഷം 180 ദിവസത്തിൽ കൂടുതൽ യുഎയിൽ താമസിക്കാനാവില്ല. $4000 തുല്യമായ ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് തെളിയിക്കണം. പ്രവാസികൾക്ക് ആൺമക്കളെ 25 വയസ്സ് വരെ സ്വന്തം സ്പോൺസർഷിപ്പിൽ കൂടെ താമസിപ്പിക്കാം. നേരത്തെ ഇത് 18 വയസ്സായിരുന്നു. അവിവാഹിതരായ പെൺമക്കളെ പ്രായപരിധിയില്ലാതെ തന്നെ സ്വന്തം സ്പോൺസർഷിപ്പിൽ താമസിക്കാനാവും. ഭിന്നശേഷിക്കാരായ കുട്ടികളെയും പ്രായപരിധി പരിഗണിക്കാതെ സ്പോൺസർ ചെയ്യാം. ഗ്രീൻ റെസിഡൻസിയിലൂടെ അടുത്ത ബന്ധുക്കളെയും സ്പോൺസർഷിപ്പിൽ കൊണ്ടുവരാം. കൂടാതെ ഗോൾഡൻ വിസ ലഭിക്കാൻ ആവശ്യമായിരുന്ന മിനിമം മാസ ശമ്പളം 50,000 ദിർഹം എന്നത് 30,000 ദിർഹമായി കുറച്ചു. മെഡിസിൻ, സയൻസ്, എഞ്ചിനീയറിംഗ്, IT, ബിസിനസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, എഡ്യൂക്കേഷൻ, നിയമം, കൾച്ചർ ആൻഡ് സോഷ്യൽ സയൻസ് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ളവർക്ക് ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാം. അങ്ങനെ ഇവർക്ക് യുഎയിൽ സാധുതയുള്ള തൊഴിൽ കരാർ ഉണ്ടാവണം. ഒപ്പം യുഎ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന്റെ പട്ടിക അനുസരിച്ച് 1ഉം 2ഉം തലത്തിലുള്ള ജോലികൾ ചെയ്യുന്നവർ ആയിരിക്കുകയും വേണം. 4.44 കോടി രൂപ മൂല്യമുള്ള വസ്തുവകകൾ സ്വന്തമാക്കിയാൽ നിക്ഷേപകർക്ക് യുഎയിൽ ഗോൾഡൻ വിസ ലഭിക്കും. ചില പ്രത്യേക പ്രാദേശിക ബാങ്കുകളിൽ നിന്ന് ലഭിക്കുന്ന വായ്പയും ഇതിനായി എടുക്കാൻ അനുമതിയുണ്ട്. ഗോൾഡൻ വിസയുള്ളവർക്ക് പ്രായപരിധിയില്ലാതെ തന്നെ മക്കളെ സ്പോൺസർ ചെയ്യാം. ഒപ്പം എത്ര പേരെ വേണമെങ്കിലും സപ്പോർട്ട് സ്റ്റാഫായി സ്പോൺസർ ചെയ്യാം. 6 മാസത്തിലധികം യുഎക്ക് പുറത്ത് താമസിച്ചാലും ഈ വിസകൾക്ക് പ്രശ്നമുണ്ടാവില്ല. അതോടൊപ്പം തന്നെ ഗ്രീൻ വിസ പ്രൊഫഷണലുകൾക്ക് സ്പോൺസർ ആവശ്യമില്ലാതെ 5 വർഷം യുഎയിൽ താമസിക്കാം. സാധുതയുള്ള തൊഴിൽ കരാറും ഒപ്പം കുറഞ്ഞത് 3,33,000 രൂപയും ശമ്പളം ഉണ്ടായിരിക്കണം. ഫ്രീലാൻസർമാർക്കും നിക്ഷേപകർക്കും ഈ വിസയ്ക്ക് അപേക്ഷ നൽകാം. വിസയുടെ കാലാവധി കഴിഞ്ഞാൽ നേരത്തെ 30 ദിവസത്തിനകം രാജ്യം വിടണമെന്നായിരുന്നു വ്യവസ്ഥയെങ്കിൽ പുതിയ മാറ്റങ്ങൾ പ്രകാരം രാജ്യം വിടാൻ 6 മാസത്തെ കാലാവധി ലഭിക്കും. എന്നാൽ എല്ലാ തരം വിസകൾക്കും ഇത് ബാധകമാണോ എന്ന് വ്യക്തമല്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.